അബ്ബാസ് അരകാഷിയായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ, അരമണിക്കൂർ ഇൻ്റർവ്യൂ അൽ ജസീറ സംപ്രേഷണം ചെയ്യുന്നത്. ആ ഇൻ്റർവ്യൂ ഞാൻ മുഴുവൻ കണ്ടിരുന്നു. അതിൽ ഇദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് റിജാനിയുടെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച്. അദ്ദേഹം പറയുന്നത് അത് ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ്, അടുത്തത് മിക്കവാറും ഞാനായിരിക്കും. ഞങ്ങൾ ഈ രക്തസാക്ഷിത്വം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ലീഡർഷിപ്പ് നിൽക്കുന്നത്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഇറാൻ ചലിക്കുന്നത് ഇങ്ങനെ കുറേ വ്യക്തികളെ കൊണ്ടല്ല. വ്യക്തികൾ വളരെ പ്രധാനമാണ്, പക്ഷേ ഇറാൻ ഒരു സിസ്റ്റമുള്ള രാജ്യമാണ്. അതുകൊണ്ട് നോക്കൂ, ഞങ്ങൾ തളർന്നു പോകണമായിരുന്നെങ്കിൽ ഏറ്റവും അധികം തളർന്നു പോകേണ്ടത് ഞങ്ങളുടെ സുപ്രീം ലീഡറെ, ഞങ്ങളുടെ റഹ്ബറിനെ വധിച്ചപ്പോഴായിരുന്നു. ഒന്നും സംഭവിച്ചിട്ടില്ല. ഇതൊരു സിസ്റ്റമാണ്, ചെക്ക് ആൻഡ് ബാലൻസുകളുള്ളൊരു സിസ്റ്റമാണ്, വെൽ ഡിഫൈൻഡ് അതിലൊരു സിസ്റ്റമാണ്. ആ സിസ്റ്റം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അത് മുഴുവൻ ഇപ്പോൾ ഉള്ള മുഴുവൻ ലീഡർഷിപ്പിലെ ഓരോ ഉത്തരവാദിത്തമുള്ള എല്ലാ ആളുകളെയും കൊന്നു കളഞ്ഞാലും സിസ്റ്റം ഇൻടാക്റ്റായിട്ട് അവിടെ ഉണ്ടാവും. അതുകൊണ്ട് അക്കാര്യത്തിൽ നിങ്ങൾ ബോധറാവേണ്ട. ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഞങ്ങൾ ബോധേഡല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ ഒരു സാധാരണ ഒരു ഓട്ടോക്രസി നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് അതിൻ്റെ ഹെഡിനെ വധിച്ചു കഴിഞ്ഞാൽ, രാഷ്ട്രത്തലവനെ വധിച്ചു കഴിഞ്ഞാൽ ഖയോസ് ഉണ്ടാകും രാജ്യത്ത്. ഇറാനിലെ സിസ്റ്റം എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഓർഗനൈസേഷൻസ്, സ്റ്റേറ്റിൻ്റെ വ്യത്യസ്തമായ ഡിവൈസസ്, ആംസ്, അത് വളരെ ഇൻടാക്റ്റായിട്ട് നിൽക്കുന്ന രാജ്യമാണ്. അപ്പോൾ ഒരുപക്ഷെ അങ്ങനത്തെ സങ്കീർണമായിട്ടുള്ള ഒരു ഘടന കൂടിയാണ്. പാർലമെൻറ്റും പ്രസിഡൻറ്റും ഉണ്ടായിരിക്കെ തന്നെ ഓൾമോസ്റ്റ് പാരലായിട്ട് വളരെ ശക്തമായിട്ടുള്ള വേറെയും സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഈ പറയുന്ന നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ, ഈ ഗാർഡിയൻ കൗൺസിൽ ഓഫ് ദ അസംബ്ലി ഓഫ് ദ എക്സ്പേർട്ട്, അതിനെല്ലാം മേലെ സുപ്രീം ലീഡർ, ഇങ്ങനെ ചെക്ക് ആൻഡ് ബാലൻസ് ഉള്ള നിരവധി വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള വെൽ ഓയിൽഡ് ആയിട്ടുള്ള സംവിധാനങ്ങളുടെ രാജ്യമാണ്. അതുകൊണ്ട് ലീഡർഷിപ്പിനെ ഡിക്കാപ്പിറ്റേറ്റ് ചെയ്യുന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് മാത്രം ഇറാൻ തകർന്നു പോകും എന്ന് വിചാരിക്കുന്ന മൗഢ്യമാണ്. അങ്ങനെ സംഭവിക്കില്ല. അങ്ങനെ സംഭവിക്കുമായിരുന്നെങ്കിൽ സംഭവിക്കേണ്ടിയിരുന്നത് സുപ്രീം ലീഡർ, അപ്രതീക്ഷിതമായിട്ടാണ് സുപ്രീം ലീഡർ കൊല്ലപ്പെടുന്നത്. സുപ്രീം ലീഡർ മുതൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സഹായികളൊക്കെ അതിൽ കൊല്ലപ്പെടുന്നുണ്ട്. പക്ഷേ ആ സിസ്റ്റം ഇൻടാക്റ്റായിട്ട് നിൽക്കുന്നതെന്ന് മാത്രമല്ല, അവർ പുതിയ സക്സസറെ തിരഞ്ഞെടുത്തു. അതിൽ പോലും നോക്കൂ, ഇറാനിയൻ ഭരണഘടന പ്രകാരം സുപ്രീം ലീഡറെ തിരഞ്ഞെടുക്കാൻ 90 ദിവസത്തെ സാവകാശമുണ്ട്. 90 ദിവസത്തിന് ശേഷം തിരഞ്ഞെടുത്താൽ മതി. പക്ഷേ അങ്ങനെയല്ല, വിതിൻ ഡേയ്സ് അവർ തിരഞ്ഞെടുക്കുന്നു.